ഗണേഷ് ദാമോദർ സവർക്കർ ജന്മദിനം. വീര സവർക്കറുടെ ജ്യേഷ്ഠ സഹോദരൻ, ദേശീയവാദി, അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ സ്ഥാപകരിൽ ഒരാൾ, ബ്രിട്ടീഷ് കൊളോണിയൽ സർക്കാരിനെതിരെ സായുധ പ്രസ്ഥാനം നയിച്ച ദേശാഭിമാനി. യുവജനങ്ങളെ ഉൾപ്പെടുത്തി അദ്ദേഹം അഭിനവ് ഭാരത് സംഘടനയുടെ പ്രവർത്തനം ശക്തമാക്കി. ശാരീരികവും ബൗദ്ധികവുമായ തലങ്ങളിൽ അദ്ദേഹം പരിശീലനം നൽകി. ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചു. വന്ദേ മാതരം, സ്വാതന്ത്ര്യലക്ഷ്മി കി ജയ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസുകൾ ഫയൽ ചെയ്യപ്പെട്ടു. എന്നിട്ടും അദ്ദേഹം സധൈര്യം തന്റെ പ്രവർത്തനങ്ങൾ തുടർന്നു. ദേശഭക്തി ഗാനങ്ങൾ എഴുതി. രൺബിന സ്വാതന്ത്ര്യമിലേഖ എന്ന തത്വത്തിന് ഊന്നൽ നൽകി കവി ഗോവിന്ദ് എഴുതിയ ഗാനം പ്രസിദ്ധീകരിച്ചു. ബ്രിട്ടീഷ് സർക്കാരിനെതിരെയുള്ള നിരന്തര പ്രവർത്തനങ്ങളെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. 1908 ബാലഗംഗാധര തിലകിനെ 6 വർഷത്തെ തടവിന് ശിക്ഷിച്ചപ്പോൾ 1909 ഗണേഷ് സവർക്കറിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച് ആൻഡമാൻ ജയിലിൽ അടച്ചു. 1922 ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം യുവ ഹിന്ദു സഭ സ്ഥാപിച്ചു. ഭഗത് സിംഗ്, രാജ്ഗുരു, ചന്ദ്രശേഖർ ആസാദ്, വിബി ഗോഗട്ടെ, തത്വ റാവ് തുടങ്ങിയ വിപ്ലവകാരികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. ഗണേഷ് സവർക്കർ എഴുതിയ കത്തുകൾ എംപയർ തിയേറ്ററിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പിടികൂടിയ പ്രതികളിൽ നിന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തെ വീണ്ടും 4 വർഷം തടവിലാക്കി. ഈ കാലയളവിൽ അദ്ദേഹം രാഷ്ട്രമീമാംസ എന്ന പുസ്തകം രചിച്ചു. ഈ പുസ്തകത്തിൽ ഹിന്ദുസ്ഥാൻ ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന ആശയത്തിന് അദ്ദേഹം അടിത്തറ പാകി. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ധീരദേശാഭിമാനി ഗണേഷ് ദാമോദർ സവർക്കർ 1945 മാർച്ച് 16 ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ശതകോടി പ്രണാമം.